ഗൈസ്, കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മക്കളില്ല, മക്കൾ വൈകിട്ട് വരത്തുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഇഫാ ചിക്കൻ. അപ്പോൾ അതിന് ഞാൻ 1/2 കിലോളം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഇടിച്ച് പരത്തണം, അതിനുള്ള സാധനമാണിത്. പിന്നെ നാരങ്ങ നീര് വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇപ്പോൾ മാരിനേഷൻ തുടങ്ങാം. ആദ്യം ആവശ്യത്തിനുള്ള മഞ്ഞൾ, കുരുമുളക് പൊടി, എരിവും അതെല്ലാം നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് നമുക്ക് ഇടാം. കണക്കൊന്നും ഞാൻ പറയുന്നില്ല. മുളക് പൊടി, ട്രെൻഡൊക്കെ കഴിഞ്ഞു പോയി, എന്നാലും നമ്മൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും. ഉപ്പ് ഇടാം. അടുത്ത 1 സ്പൂൺ തൈര്, പുളിപ്പില്ലാത്ത വെളുക്കി മിസ്റ്റിൻ്റെ കേടാണ്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമാറ്റി വെച്ചിരിക്കുന്ന ലൈം. ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്യാം. മസാല ഇട്ടത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കുറച്ച് മുളക് പൊടി, ഇവിടെ കുറച്ച് എരിവൊക്കെ അത്യാവശ്യം വേണം, അതുകൊണ്ട് ഇടുവാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ശകലം പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തേക്കാം. ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ, വരഞ്ഞു നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു ഇടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. എന്നാൽ മാത്രമേ അതിനകത്ത് ആ ഒരു മസാലകൾ കയറത്തുള്ളൂ. ഇപ്പം വൈകിട്ടാണ് മക്കൾ വരുന്നത്, അതുകൊണ്ട് ഞാനത് വരെ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാനാണ് പോകുന്നത്. ബാക്കി മക്കൾ വന്നിട്ട് നമുക്ക് അവരുടെയും കൂടെ ചേർത്ത് കാണാം. അവരാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബ്രസ്റ്റ് പീസ് ചിക്കൻ ഇതാണ്. അപ്പം നമ്മൾ ഇതിനി ബട്ടറിൽ കുറച്ച് വെളിച്ചെണ്ണയിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. സോസിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അപ്പം പിള്ളേർ സ്കൂളൊക്കെ വിട്ട് ട്യൂഷന് പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ചിക്കൻ നമുക്കിനി ഫ്രൈ ചെയ്യാം. അപ്പം ഇത് സോസിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: പുഴുങ്ങിയ 2 മുട്ട, ഒരു 3 അല്ലി വലിയ സൈസിലുള്ള വെളുത്തുള്ളി, 2 പീസ് ചീസ്, കുറച്ച് പാല്, ഫ്രഷ് ക്രീം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് എന്ത് ചെയ്യണം? അരയ്ക്കണം. പാനിലേക്ക് നമുക്ക് ബട്ടർ ഇടാം. നെച്ചു ബട്ടർ എടുത്തിട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആൾ റെഡിയാണ് അല്ലേ? റെഡി? എല്ലാവരും ചോദിക്കുന്നത് നെച്ചു അമ്മയെ കിച്ചണിൽ സഹായിക്കും. എന്തൊക്കെ ഉണ്ടാക്കും? സഹായിച്ചു പറ. വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്നെ സഹായിക്കത്തൊന്നുമില്ല. കഴിച്ച പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല അല്ലേ? ചിലപ്പോ കട്ടിലൊക്കെ വിരിച്ചിടാൻ പറഞ്ഞ ബെഡൊക്കെ വിരിച്ചിടും. പക്ഷെ ഇതൊന്ന് സോപ്പ് ഇടണം അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇടാം. ഇടട്ടെ? ചിക്കൻ ഇടട്ടെ. ചിക്കൻ ഇടുകയാണ്. തിരിച്ചു മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ തിരിക്കണ്ട. അതോ അതിന്റെ നമുക്ക് കളയണ്ട. ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, എന്നാൽ അത്യാവശ്യം വെന്ത് ഇതായിട്ട് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഒന്ന് ആവുന്ന സമയത്തിനുള്ളിൽ നമുക്കത് മിക്സ് ചെയ്യാം. സോസ് ഉണ്ടാക്കാം. നമുക്ക് സോസിനുള്ള സാധനങ്ങൾ ഇടാം. 2 മുട്ട, കുറച്ച് ഉപ്പ് കുറച്ചിട്ടാണ്, ശകലം ഇട്ടോ. ഓക്കെ, ഒരു 3 അല്ലി വെളുത്തുള്ളി, ബട്ടറല്ല, ചീസ്, കുറച്ച്
കുറച്ച് പാലൊഴിച്ചു ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. ഓക്കെ, ഫ്രഷ് ക്രീം കൂടി കാണാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അടച്ചോ. കുറച്ചും കൂടെ. ഓക്കെ, എല്ലാം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കാം, നല്ല ബട്ടറിൽ ചിക്കൻ കിടക്കുന്നതിന്റെ മണം അടിക്കുന്നില്ലേ? നല്ല മണം. നമുക്ക് തിരിച്ചിടാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ ബട്ടറും കുരുമുളകിൻ്റെയും നല്ല മണം വരുന്നുണ്ട്. തെച്ചുവിന് ചിക്കനാണോ എന്താണ് ഇഷ്ടം? ബീഫാണോ മട്ടണാണോ എന്താണ് ഇഷ്ടം? ചിക്കനാണ് ഫേവറേറ്റ്. എന്താ ബീഫ് ഇഷ്ടമല്ലേ? നിന്റെ അനിയൻ അല്ലുക്കുട്ടന് എന്താ ഇഷ്ടം? അത് ബീഫ് കൊതിയല്ല, അച്ഛനും ബീഫ്. അവന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് ചോദിച്ചാൽ അവൻ പറയും പൊറോട്ടയും ബീഫ്. അല്ലുക്കുട്ടന്റെ ഇഷ്ടം മനസ്സിലായല്ലോ. പൊറോട്ടയും ബീഫുമാണ് അവന്. ബീഫാണ്, ബീഫ് ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ്. എരിവുണ്ടെങ്കിലും അവൻ കഴിക്കും. ചിക്കൻ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. എന്നാലും ഈ മണം അടിക്കുമ്പോൾ വരേണ്ടതാണ്, വരും. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ സമയമില്ലാത്തത് കൊണ്ട് ഞാനും തെച്ചും കൂടെ ചപ്പാത്തി ഉണ്ടാക്കി. അല്ലേ തെച്ചു? പിന്നെന്തോ പറയാനുള്ളത്? അങ്ങനെയുണ്ട്. മണം അടിച്ച് ടേസ്റ്റി ആണെങ്കിൽ അവൻ എന്തും തിരിഞ്ഞു കടിക്കാത്ത എന്ത് തന്നെ അല്ലിക്കുട്ടൻ. ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം, കാരണം കുറച്ച് എരിവ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് നമുക്കത് പോട്ടിട്ട് കുത്താൻ വെച്ച് പിടിക്കുകയാണ്. അല്ലേ വെച്ച് ഓക്കെ, കുത്തിക്കോ. കുത്തി കൊന്നു കളയാം കേട്ടോ. കുത്തിക്കോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. ടേസ്റ്റ് ഇച്ചിരി എടുത്ത കേട്ടോ. മണം അടിച്ചിട്ട് തെച്ചൊന്നും ഒരു രക്ഷയില്ല. തെച്ചു അതെടുത്ത് ടേസ്റ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തിരിച്ചിടാം. നല്ല ടേസ്റ്റ് ആണ്. നല്ല എരിവുണ്ട്. അതോ എരിവില്ലേ? നമുക്കിനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇവിടെയും കൂടെ ഒന്ന് മട്ടണാണേ. നമ്മൾ വേറെ കുത്തിക്കോ കുത്തിക്കോ കുത്തിക്കോ. വൈറ്റ് ഹാൻഡ് നല്ലതായിട്ട് ഇട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് അറിയാൻ നമുക്ക് ടേസ്റ്റ് കൊടുക്കാം. ചൂടുകൊണ്ട് കൊള്ളാതിരുന്നാൽ മതി. പേടിക്കണ്ട. എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കിക്കോട്ടെ. നല്ല എരിവുണ്ട്. ഇതിനകത്ത് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ സോസ് സ്പ്രെഡ് ചെയ്യാം. കിട്ടാൻ കൊടുക്കാം. ഇത് ഫുള്ളും ഇത് എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ്സ് സിഗ്നലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നമുക്കത് കിട്ടണം.
ക്രീമി ഫ്ലഫി ആയിട്ട് കിട്ടും നമുക്ക്. ചേച്ചീൻ്റെ വായിന്ന് കപ്പലോടുന്നുണ്ടോ ഇല്ല? കപ്പലോടുന്നുണ്ടോ? തുറന്നു നോക്കാൻ പറ. എന്തായാലും ലച്ചുകുട്ടൻ പറഞ്ഞു കൊടുക്കും. അതെ, ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ആളെത്തിയിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ അതൊന്നും ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഇരിക്കണം. കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തി എടുക്കാം. ടേസ്റ്റ് ചെയ്യാനുള്ള ആളെത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നതാണ് ഗായ്സ്. അല്ലേ ലച്ചു? അല്ലിക്കുട്ട വേണോ? അല്ലിക്കുട്ട അതാ വാതർക്ക് അല്ലു വന്ന് ടേസ്റ്റ് ചെയ്യാൻ ലച്ചു വന്നോട്ടെ. എങ്ങനെയുണ്ട് അല്ലിക്കുട്ട? അല്ലിക്കുട്ട വാ അല്ലിക്കുട്ടൻ്റെ അഭിപ്രായം കൂടെ പറ. ചിക്കൻ വെന്തോ? ചിക്കൻ നന്നായിട്ട് വെന്തില്ലേ? നന്നായിട്ട് വെന്ത്. പക്ഷെ അരിയെന്ന് പറഞ്ഞാൽ ഇത് പുളി അങ്ങനെ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ ട്രൈ ചെയ്ത് പോസിറ്റീവാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്തു. അപ്പോൾ ചേച്ചി ബാക്കി കാര്യം പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.